ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ഭയങ്കര തിരക്കുള്ള ദിവസമാണ്, ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ 4 മണിക്ക് എണീറ്റു. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇത് സംഭവിക്കാറുണ്ട്, 4 മണിക്കൊക്കെ എണീക്കാറുണ്ട്. അപ്പോൾ ഇന്ന് 4 മണിക്ക് എണീറ്റു. നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫാനൊക്കെ ഓഫാക്കിയിട്ട് ഞാനിങ്ങനെ രുക്കുവിന് ഇങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി രുക്കു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രുക്കു എണീറ്റില്ല. രുക്കു എന്നേക്കാൾ വിളഞ്ഞ സാധനം എന്നെ കൊണ്ട് എണീറ്റതേ ഇല്ല. അപ്പോൾ ഇന്ന് അർജുൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇടുന്ന ദിവസം കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം, നമുക്ക് അതിനും പോകണം. അപ്പം നമ്മൾ 4 മണിക്ക് എണീറ്റ് 5:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തണം. ഞാൻ ഇന്ന് സെറ്റ് മുണ്ടൊക്കെയാണ്. അപ്പോൾ ഞാൻ 4 മണിക്ക് എണീറ്റു, കുളിച്ചു, സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് 5:15 അപ്പോൾ 5:15 രുക്കുവിനെ എണീറ്റിട്ട് രുക്കുവിനെ കുളിപ്പിച്ചില്ല കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് കുളിപ്പിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഒരു കാക്കക്കുളിയൊക്കെ കുളിപ്പിച്ച് അവളെയും കൂടി. അവളാണെങ്കിൽ 4:30 എണീറ്റതിൻ്റെ ആകെപ്പാടെ ബഹളമായിരുന്നു, ആകെ കരച്ചിലും പേച്ചിലൊക്കെയാണ്, ഫുൾ ടൈം എടുക്കണം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ മെല്ലെ ഇറങ്ങി 5:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി. അമ്പലത്തിൽ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മൂഡായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, അതിന് പറയുക എന്തോ പറയൂലേ, ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും നേരത്തെ നമ്മൾ അമ്പലത്തിലെത്തി, അമ്പലത്തിലെ പാട്ട് കേട്ട്, ശരണം വിളി കേട്ട് നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു സുഖം, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള വന്നു. നമ്മൾ ആടെ എത്തിയപ്പോൾ നമ്മൾ ചെന്നാൽ പിന്നെ ഒന്ന് പെരളശ്ശേരിയും കൂടെ പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് പെരളശ്ശേരി കൂടെ പോയി. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ എൻ്റെ ഈ വീട്ടിൽ നിന്ന്. അപ്പം കുറേ പ്രാവശ്യം വരുന്നുണ്ട്, അപ്പം മാറ്റാൻ പറ്റുന്നില്ല, അപ്പം തന്നെ വന്നു പോകുന്നു ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ പെരളശ്ശേരിക്ക് പോവുകയാണ്. അങ്ങനെ പെരളശ്ശേരി എത്തിയാൽ നമുക്ക് എന്തായാലും കാല് കഴുകണം. കാരണം കുളത്തിൽ കുറേ കളർഫുൾ മീനുകളുണ്ടാവും, അതൊക്കെ കാണണം. അപ്പം ഞങ്ങൾ ആരും കഴുകിയില്ലെങ്കിലും രുക്കു ഒറ്റയ്ക്ക് പോയി കഴുകുന്നപ്പോൾ ഞാൻ പോയി കഴുകി. എന്നിട്ട് ഞങ്ങൾ അധിക സമയം ചിലവഴിക്കാനില്ല, കാരണം ഞങ്ങൾക്ക് 10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. ഫ്രണ്ടിൻ്റെ കല്യാണം കൂടി അതിനെക്കൊണ്ട് വേഗം പരിപാടികളൊക്കെ തീർത്തു. പിന്നെ അമ്പലത്തിൽ പോയാൽ അർജുന് പൂരി നിർബന്ധമായതിനെക്കൊണ്ട് ഞങ്ങൾ പൂരിയും കൂടെ അവിടെ നിന്ന് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ആക്കി. പിന്നെ രുക്കുവിന് വന്നിട്ട് ഞാൻ ദോശ ചുട്ട് കൊടുത്തിട്ട് അവളെ വേഗം ഉറക്കി. കാരണം അവൾ ഉറങ്ങിയാലേ എനിക്ക് കല്യാണത്തിന് പോകുമ്പോൾ അവൾ നല്ല സ്വഭാവമാവും, ഇല്ലെങ്കിൽ ആകെപ്പാടെ എൻ്റെ കല്യാണം ഇതായിപ്പോൾ. അപ്പോൾ അവൾ വന്നപാടെ ഞാൻ ദോശയും കൊടുത്ത് ഉറക്കി, ഒരു 10 മണി വരെ ഉറക്കി. അപ്പോഴത്തേക്ക് ഞാൻ വേഗം സാരിയൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയായി. ഈ സാരി ഏച്ചീൻ്റെ സാരിയാണ് കേട്ടോ. ഏച്ചീനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ രുക്കുവിനെയൊക്കെ മാറ്റി സുന്ദരിയാക്കി ഞങ്ങൾ 10:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങി. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ബസ്സിലേക്ക് ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ബസ്സിൽ സീറ്റൊക്കെ പിടിച്ച് മെല്ലെ നമ്മളെ ബസ്സൊക്കെ എടുത്തു. നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. അവിടെ ഒന്നാമത്തെ ഇന്നലെ ഭയങ്കര ചൂട്, ഉച്ചയ്ക്ക് ശേഷം മഴയും ഒക്കെ അല്ലേ, അതിനെക്കൊണ്ട് ഭയങ്കര ചൂട്. നമുക്ക് വേഗം തന്നെ ഭക്ഷണം കഴിച്ച് നമ്മളെല്ലാവരും കൂടി പോയി ചാടി വന്നു. അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു. കാരണം എല്ലാവരും വല്ലപ്പോഴും ഒക്കെ കാണുന്നവരാണ്. എല്ലാവരും അടുത്താണെങ്കിലും നമുക്കിങ്ങനെ എപ്പോഴും കാണാൻ പറ്റിയ സാഹചര്യമില്ലല്ലോ, എല്ലാവരും ജോലിയിലായി, തിരക്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഒരുപാട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ മനസ്സിനും കൂടെ ഭയങ്കര കൂളാകും. നമ്മുടെ മനസ്സിന് നമുക്ക് ഭയങ്കര ഹാപ്പി, നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നും. നമ്മളെല്ലാ ഫ്രണ്ട്സിനെയും നമ്മൾ ഡെയിലി കാണണം, ടെക്സ്റ്റ് ചെയ്യാനും വിളിക്കണം എന്നൊന്നുമില്ല. നമ്മൾ വല്ലപ്പോഴും കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരുപാടുണ്ടെങ്കിൽ അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരടയാളം കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളൊന്നും അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കും. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ നല്ല മഴയത്ത് പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമാണ്. നല്ല മഴ, ഫുഡ് സ്പീഡിൽ ഫാനൊക്കെ ഇട്ട് പുതച്ച് മൂടി കിടക്കാൻ നല്ല സുഖമാണ് ഗൈസ്. അതിന് ഞാൻ കുറച്ച് സമയം പുതച്ച് മൂടിയിട്ട് കിടന്നു. കാരണം 4 മണിക്ക് എണീറ്റതാണ് രാവിലെ. അപ്പോൾ ഉറങ്ങിയാൽ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ വേണം. ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അപ്പോഴത്തേക്ക് രുക്കു ഒരു 6 മണിയായി എണീക്കാൻ. അപ്പോഴത്തേക്ക് ഞാൻ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓൾ എണീറ്റാൽ പിന്നെ ആകെപ്പാടെ ഒരു സങ്കടം. ഇങ്ങനെ കുറച്ച് സമയം സ്നേഹിക്കണം. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇന്ന് സ്നേഹിച്ച് പെപ്പ പിഗൊക്കെ കണ്ട് സ്നേഹിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ ടൈമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പോകണം, റിസപ്ഷൻ ഉണ്ട്. അപ്പം ചാടിക്കറി മാറ്റി പുറപ്പെട്ട് നമ്മളെ പോയി ആദ്യം തന്നെ
പോയി നമ്മൾ വന്ന കാര്യം സാധിച്ചു. നന്നായിട്ട് ഫുഡ് അടിച്ച് കയറ്റി. ഞാൻ വെജാണ്, പിന്നെ ഡയറ്റുമാണ്. അതിനെക്കൊണ്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഡയറ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നോട് മറന്നു പോയിട്ടോ, ഞാൻ ചെയ്യാം. അപ്പം ഓക്കെ. അങ്ങനെ വീണ്ടും ഞങ്ങളിരുന്ന് ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറേ കഥ പറഞ്ഞു. ആദ്യം ഞങ്ങൾ 3 ആളായിരുന്നു, പിന്നെ ഞങ്ങൾ 4 ആളായി, പിന്നെ 5 ആളായി, പിന്നെ 6 ആളായി, പിന്നെ എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ 10:30-11 മണി. പിന്നെ വീട്ടിൽ വന്നു. രുക്കുവിൻ്റെ 2 ദിവസത്തെ ഓട്ടത്തിൻ്റെ കാലിൻ്റെ വേദന ഉണ്ടായിരുന്നു. അതിൻ്റെ കാലിനൊക്കെ തടവി കൊടുത്ത് പിന്നെ അങ്ങ് ഉറങ്ങി. അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. നിങ്ങളെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.